ഇറാഖിന്റെ നിശാ ക്ലബ്ബുകളിലെ പാട്ട് പാടിയ അവിടെ വരുന്ന ചെറുപ്പക്കാർക്ക് കള്ളൊടിച്ചു കൊടുത്തിട്ട് ആ കള്ള് കൊടിച്ചു കൊടുത്ത പാനപാത്രം, മദ്യത്തിന്റെ പാനപാത്രത്തിന്റെ ചഷകത്തിന്റെ എല്ലാം നിലയിൽ ചെറുപ്പക്കാരന്റെ കൈവെള്ളയിലേക്ക് തിരികെ വെച്ചു കൊടുത്ത മുട്ടടി പാവാട കൊടുത്തൊരു പെണ്ണുണ്ടായിരുന്നു ഇറാഖില്. ആ ഇറാഖിലെ നിശാ ക്ലബ്ബുകളിൽ പാട്ടുപാടിയ കള്ളൊഴിച്ചു കൊടുത്ത് ചെറുപ്പക്കാരെ ഏതോ ഒരു ലോകത്തേക്ക് മാസ്മരികമായി കൊണ്ടെത്തിച്ച നൃത്തം ചെയ്തിട്ട് ചെറുപ്പക്കാരെ ഇക്കിളിപ്പെടുത്തുന്ന പെണ്ണുണ്ടല്ലോ. ആ പെണ്ണ് ഒരു നിമിഷം ചിന്തിച്ചതെന്താണ്? എന്തിനാണ് ഞാൻ എന്റെ ശരീരത്തെ മറ്റുള്ളവന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്? എനിക്ക് മാറിയേ പറ്റൂ, എനിക്ക് മാറിയേ പറ്റൂ. അങ്ങനെ മാറാൻ തീരുമാനിച്ചുകൊണ്ട് ആ പെണ്ണ് ജീവിതത്തിലും മാറ്റം ആഗ്രഹിച്ചു. അങ്ങനെ ആ പെണ്ണ് ഒരാളെ കാമിക്കാൻ തുടങ്ങി, ഇഷ്ടപ്പെടാൻ തുടങ്ങി, പ്രേമിക്കാൻ തുടങ്ങി, പ്രണയിക്കാൻ തുടങ്ങി, ഹുബ്ബ് വെക്കാൻ തുടങ്ങി. അങ്ങനെ ആ പ്രേമബാധനത്തിനെ ഓർത്തുകൊണ്ട് വെള്ളം കുടിക്കാതെയായി, തിന്നാതെയായി, ഉറങ്ങാതെയായി, ഊണില്ല, ഉറക്കമില്ല. അങ്ങനെ പ്രേമബാധനത്തിനെ കാണാൻ വേണ്ടിയിട്ട് ആ പെണ്ണ് പാതിരാത്രികളെ ഉറക്കമൊടിക്കുകയാ. ഇന്നലെ വരെ ഇറാഖിലെ നിശാ ക്ലബ്ബുകളിൽ കള്ളൊഴിച്ചു കൊടുത്ത പെണ്ണിന്ന് കാമുകന് വേണ്ടിയിട്ട് പാതിരാത്രി കെട്ട് പായമടക്കി വെച്ചു. എന്നിട്ട് കാത്തിരിക്കുകയാണ് തന്റെ പ്രേമബാധനത്തിന് വന്ന് കാണാൻ. അവസാനം ആ പെണ്ണ് ഒരു നിരാശാ കാമുകിയെ പോലെ, ഒരു ഭ്രാന്തിയെ പോലെ പാട്ടുപാടിയുണ്ട്. അജബല്ലിൽ മുഹിബ്ബി കൈഫ യനാമു വകുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. അത്ഭുതമാണ് ഒരു കാമുകി എങ്ങനെയാണ് ഉറങ്ങുക, എങ്ങനെയാണ് ഒരു കാമുകിക്ക് ഉറങ്ങാൻ കഴിയുക? ഓ ഉറക്കം ഈ കാമുകന് നിഷിദ്ധമാണ്, ഉറക്കം കാമുകിക്ക് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് പാട്ടുപാടാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, രാത്രികളെ മാറ്റിവെച്ച് ഉറക്കമൊഴിച്ചു. തന്റെ പ്രേമബാധനത്തിനു വേണ്ടി കാത്തിരുന്ന പെണ്ണുണ്ടല്ലോ. ഏത് പെണ്ണാണ് ഇറാഖിലെ നിശാ ക്ലബ്ബുകളിൽ പാനപാത്രം പിടിച്ചു വരുന്ന ചെറുപ്പക്കാരന്റെ പാനപാത്രത്തിൽ മദ്യമൊഴിച്ചു കൊടുത്ത് അവനെ പാട്ടുപാടിയിട്ട് ഏതോ ഒരു ലോകത്തേക്ക് പായിപ്പിച്ച മാസ്മരിക ശക്തിയുള്ള പെണ്ണ്. ആ പെണ്ണ് ഇന്ന് പാതിരാത്രിയുടെ നിശയുടെ നിശബ്ദതകളെ, രാത്രിയുടെ രണ്ടാമത്തെയും മൂന്നാമത്തെ ആ പെണ്ണ് മാറ്റിവെച്ച തന്റെ കാമുകന് വേണ്ടിയിട്ടാണ്. തന്റെ കാമുകനേതാണ്? സർവാധിനാഥനായ, സർവഗുണ സമ്പൂർണനായ, സർവേശ്വരനായ, സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹ്. ഏതാണ് പെണ്ണെന്നല്ലേ? ആ പെണ്ണിന്റെ പേര് ഞാൻ ഇവിടെ പറഞ്ഞാൽ സഹോദരങ്ങളെ, അബ്ദുർ റസാഖ് മസ്താന്റെ പാദസ്പർശനം കൊണ്ട്, കോട്ടുപ്പയുടെ പാദസ്പർശനം കൊണ്ട്, ഹസൻ ഉസ്താദിന്റെ പാദസ്പർശനം കൊണ്ട്, സഹോദരങ്ങളെ മഹാരഥന്മാരായ ആരിഫീങ്ങളുടെ കാൽപാദം കൊണ്ട് ധന്യമായ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ആ പെണ്ണിന്റെ പേര് ഞാനെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചുണ്ടുകളിലെ തത്തിക്കളിക്കുന്നത് റളിയല്ലാഹു അൻഹയാ. ഏതാണ് ആ പെണ്ണെന്നല്ലേ? ബീവി റാബിയത്തുൽ അദബിയ, റാബിയത്തുൽ അദബിയ റളിയല്ലാഹു അൻഹാ. പാതിരാത്രികളെ മാറ്റിവെച്ചത് എന്തിനാണ്? അതാണ് സ്വകാര്യ നന്മകളിൽ ഒന്നാമതായി സ്വായത്തമാക്കേണ്ടത്. അതേത് നന്മയാണ്? സലാത്തുർ റജ്ലി മിൻ ജൗഫിൽ ലൈലി. ഒരു പായയിൽ കിടന്ന തന്റെ പ്രിയപ്പെട്ടവര്, തന്റെ പായയിൽ കിടന്ന, തന്റെ കട്ടിലിൽ കിടന്ന, തന്നോടൊപ്പം ചേർന്ന് കിടന്ന തന്റെ പ്രിയപ്പെട്ടവന് ഉറങ്ങിക്കിടക്കുമ്പോ എഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവിനെ നമസ്കരിക്കാൻ നിനക്ക് കഴിയോ? അതാണ് പെങ്ങളെ ഒന്നാമത്തേത്. പാതിരാത്രിയുടെ നിശബ്ദതകളിൽ പാതിരാ നമസ്കാരം നിർവഹിക്കുവോ എന്ന് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമാ ശൈഖുനാ കെ.പി. ഹസ്രത്ത് ഉസ്താദ് അവர்கள் ഉദ്ഘാടനം ചെയ്ത ആ തൈക്കാവല്ലേ നേരിട്ട് ബഹുമാനപ്പെട്ട കല്ലൂർ മുസ്ലിം ജമാഅത്ത് ഏറ്റെടുത്ത് നടത്തുന്നത്. ബാക്കിയുള്ളതൊക്കെ സ്വകാര്യമായ തൈക്കാവുകളാണെങ്കിൽ ആദ്യമായ ഒരു തൈക്കാവില്, ആദ്യമായി പള്ളിയല്ലാത്ത സമാന്തരമായ ഒരു പള്ളി ഒരു നാട്ടിലെ നിസ്കാരത്തിന് വേണ്ടി സുജൂദ് ചെയ്തെങ്കിൽ അത് ഈ മണ്ണിലാണെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ പറയുകയാ, ഇവിടെ വന്ന് ജമാഅത്തായി നമസ്കരിക്കുമ്പോ ആളുകൾ കാണാറുണ്ട്. നിങ്ങളുടെ സങ്കീർണ ഘട്ടങ്ങളിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ ആരും കാണാതെ കോൺക്രീറ്റ് സൗധത്തിന്റെ ഉള്ളറകളിൽ നീ കിടന്നുറങ്ങുമ്പോൾ എല്ലാവരും ഗാഠനിദ്രയിലാകുന്ന സമയത്ത് എഴുന്നേക്കുമോനെ, ഒന്നുവെടുക്കുമോനെ, എന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ നീ 2 റക്അത്തൊന്ന് സുജൂദ് ചെയ്യ്. എന്നാ നിനക്ക് കിട്ടുന്നത് എന്തെന്നറിയോ? നിന്റെ നിർണായക ഘട്ടങ്ങളിൽ നിന്റെ റബ്ബിനോട് എടുത്തു പറയാൻ നിനക്കൊരു തുറുപ്പ് ചീട്ടായി.
അള്ളാഹു തൗഫീഖ് തരട്ടെ. വാപ്പ ഏത് ആവശ്യം വന്നാലും ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന നമ്മുടെ പണപ്പെട്ടിയിലെ ആ അവശേഷിക്കുന്ന ആ കരുത്തൽ പണം പോലെ നമുക്കൊരു നന്മ. ഒന്ന് നിസ്കാരം, ഒന്ന് നമസ്കാരം, ഇനി രണ്ട് അരമണിക്കൂർ കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയണം, ശ്രദ്ധിച്ചോളി. രണ്ടാമത്തേത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യം, ഈ പറയുന്ന കാര്യം. നിസ്കാരം ആർക്കും കഴിയാത്തതൊന്നുമല്ലല്ലോ, എല്ലാവർക്കും കഴിയൂലേ നിസ്കാരം? അങ്ങനെ കഴിയാത്തവരാരാളുള്ളത്? നമ്മുടെ ഈ പറയപ്പെടുന്ന നമസ്കാരം ആർക്കാണ് കഴിയാത്തത്? രണ്ടാമത് പറയുന്നത്, പ്രത്യേകിച്ച് സഹോദരിമാര് നന്നായിട്ട് കേൾക്കണം. ഉറങ്ങുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഉണർത്തിയേക്ക്. ഉറങ്ങുന്നു തോന്നുന്നില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ. കാരണം സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടിയാണ് രണ്ടാമത് പറയേണ്ടത്. ഒന്ന് നിസ്കാരം. അള്ളാഹു കഴിയാത്തൊന്നും നമ്മോട് പറഞ്ഞിട്ടില്ലല്ലോ. മല മറിക്കാൻ അല്ല പറഞ്ഞില്ലല്ലോ, മല ചുമക്കാൻ നമ്മോട് പറഞ്ഞില്ലല്ലോ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. കഴിയാത്ത ഒന്നും അല്ല പറഞ്ഞിട്ടില്ല. പണിഷ്മെന്റ് കൊടുത്തു മുഖം മറച്ച് നടന്നതിന്. അവസാനം അതേ സ്ഥലത്ത് മുഖം മറയ്ക്കാതെ നടന്നാൽ പണിഷ്മെന്റ് രേഖപ്പെടുത്തി. ഒരു മുസ്ലിം പെണ്ണ് കല്ലൂരിലൂടെ തലമറച്ച് നടക്കുമ്പോൾ ആ മുസ്ലിം പെണ്ണ് ഏത് സമയത്തും അവൾ തലമറച്ച് നടക്കേണ്ടവളാണ്. ഹൈന്ദവ മതവിശ്വാസം അനുസരിച്ച് തലമറക്കേണ്ട ബാധ്യത അവർക്കില്ല. പക്ഷേ നല്ല ചൂടാണെങ്കിൽ അവര് പെട്ടെന്ന് സാരി തുമ്പ് തലയിലേക്ക് പിടിച്ചിടും. ഇത് മോളെ, ചൂടായാലും തണുപ്പായാലും വെയിലായാലും കാർമേഘം ഇരുണ്ടുമൂടി കിടക്കുമ്പോഴും രാത്രിയാണെങ്കിലും പകലാണെങ്കിലും നീ ഇത് ചെയ്യണം. ഇസ്ലാം യുസ്ർ, ഇന്ന ദീന യുസ്ർ, എളുപ്പമാണ്, സിമ്പിൾ. അതാണ് പരിശുദ്ധ ഇസ്ലാം. നമുക്ക് കഴിയാത്തതൊന്നും അല്ല പറഞ്ഞില്ല. 50 വഖത്ത് നിസ്കാരം അന്ന് ഈ ഇടയ്ക്ക് മൂസാ നബി അലൈഹിസ്സലാം ഇടപെട്ടുകൊണ്ട് ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വാഴലങ്ങാനം വെക്കാൻ പറ്റുമോ? കല്യാണം നടത്താൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ കല്യാണത്തിന്റെ ഓർമ്മിക്കുന്ന ഏത് പെണ്ണും പെണ്ണിന്റെ വാപ്പായോ ഉള്ളത്? ആരുമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് രാത്രിയിലെ നമസ്കാരം നമുക്ക് കഴിയുന്ന കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം കേട്ടോ. രണ്ടാമത്തെ കാര്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഈ പറയുന്ന സ്വകാര്യ നന്മയാണ്, ആരും അറിയില്ല ഇത്. ഒന്ന് നിസ്കാരം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരാളെങ്കിലും നിസ്കരിച്ചാൽ പറയുന്ന ഞാനായാലും മതി, അല്ലാഹു എനിക്ക് അതിന്റെ പ്രതിഫലം തരും. എന്റെ 2 മണിക്കൂർ ഫലപ്രദമായി. രണ്ടാമത്തേത്, ഞാൻ അങ്ങ് പോയി പ്രസംഗം കഴിഞ്ഞ് ഉസ്താദിന്റെ വീട്ടിൽ കയറി ഉസ്താദിനെ കണ്ട് ഞങ്ങൾ അങ്ങ് പോയി. നിങ്ങൾ രാത്രി വീട്ടിൽ ചെന്നിട്ട് ഈ ഇരിക്കുന്ന ഇത്രയും സഹോദരിമാരിലും സഹോദരങ്ങളിലും ആരെങ്കിലും ഒരാള്, അല്ലാഹുവേ ഞങ്ങൾക്ക് ഇന്ന് പ്രസംഗിച്ച നവാസ് മന്നാനിയുടെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണം എന്ന് നിങ്ങൾ ദ്വാരന്നാൽ, ഞാൻ അറിയില്ല കാര്യം, ഞാൻ അറിയില്ല. പക്ഷേ ഞാൻ അറിയാതെ നിങ്ങൾ രഹസ്യമായി ചെയ്ത ആ ഒരു ഇബാദത്ത് നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇത് രണ്ടാമത്തത് ഒരാളുടെ അസാന്നിധ്യത്തിലുള്ള ദുആ. അതാണ് സ്വകാര്യ നന്മകളുടെ 2. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മൻ ദഅ ലി അഖീഹി ബിൽഗിരിൽ ഗൈബി ഖാലൽ മലകുൽ മുവക്കലു ബിഹി ആമീൻ വലക ബിമിസ്ൽ. എത്ര വ്യക്തമായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ മൻ ദഅ ലി അഖീഹി, തന്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്താൽ ബിൽഗിരിൽ ഗൈബി, അവന്റെ മുന്നിൽ വെച്ചല്ല. ചിലരെ മുന്നിൽ വെച്ച് കാണുമ്പോൾ അല്ലാഹു നിങ്ങൾക്ക് ആഫിയത്തിന്റെ തടകി ഇങ്ങനെ തടകി നല്ലൊരു മസാജ് ചെയ്യുന്ന സുഖം ഉണ്ടാവും. ചിലര് തടകടണ്ട, തടകിട്ട് പറയും അല്ലാഹു നിങ്ങൾക്ക് ആഫിയത്ത് തരട്ടെ, നിങ്ങൾക്ക് സുഖം തരട്ടെ, നല്ലത് തരട്ടെ എന്നൊക്കെ പറയും. നമ്മളിങ്ങനെ ആ ഒരു കുളിരിൽ അങ്ങോട്ട് പോകുമ്പോൾ അവൻ പറയും യവനെ അറിയോ, ഇവൻ മറ്റവനാ എന്ന് പറയും. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ തട്ടി അറശിക്കയറ്റുന്നവന്മാരെയൊക്കെ പുച്ഛമാണ്. കാരണം എന്താ? നമ്മളെ കാണുമ്പോ ഇങ്ങനെ പൊക്കി പറയുന്നവൻ നമ്മളില്ലാത്തപ്പോ നമ്മളെ പറ്റി മോശമായി പറയുന്നവനായിരിക്കും. നല്ലവനാണെങ്കിൽ നമ്മൾ അറിയാതെ നമുക്ക് വേണ്ടി ദ്വാരക്കണം. നിന്റെ നല്ല കൂട്ടുകാരനാരാ? നിന്നെ കാണുമ്പോ അള്ളാനെ പറ്റി പറയുക, നീ ഇല്ലാത്തപ്പോ നിന്നെ പറ്റി അള്ളാനോട് പറയുക. അതാണ് കൂട്ടുകാരൻ. കൂട്ടുകാരനാരാ?
നിന്നെ കാണുമ്പോ നിന്നോട് പറയേണ്ടത് മുഴുവനും അള്ളാഹുവിനെ പറ്റിയാകണം. നീ ഇല്ലാത്തപ്പോ അള്ളാഹുവിനോട് നിന്നെ പറ്റി പറയണം. അതാണ് കൂട്ടുകാരൻ. നമുക്ക് വേണ്ടി ദുആ ഇറക്കണമെന്ന് ആരെങ്കിലും ഒരാള് തന്റെ അഭാവത്തിലെ സഹോദരന് വേണ്ടി ദുആ ഇറന്നാൽ ഖാലൽ മലക്കുൽ മുഅക്കലു ബിഹി, ഈ ദുആ രേഖപ്പെടുത്താൻ അല്ലാഹു തആല ഏർപ്പാട് ചെയ്തൊരു മലക്കുണ്ട്. ആ മലക്ക് നിന്റെ അടുക്കലേക്ക് ഓടിയെത്തുന്നതാണ്. എന്നിട്ടോ ആ മലക്ക് പറയും ആമീൻ, അല്ലാഹുവേ ഈ ദുആ സ്വീകരിക്കണേ അല്ലാ. അപ്പറപാപ്പുറം പറഞ്ഞ് മലക്ക് നിർത്തൂല. വലക ബിമിസ്ലി, ഇതുപോലെ നിനക്കും കിട്ടട്ടെ. അപ്പൊ നമുക്കും അതിൽ പങ്കായില്ലേ? അപ്പൊ ആരും അറിയാ, നമുക്ക് ഭയങ്കര ലുബ്ധാണ്. ആരെങ്കിലും പറയുന്നു ദുആറക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ വാക്കിൽ അങ്ങ് പറയും വലിമൻ ഔസാനാ ബിദ്ദുആ, അല്ലാഹുവേ പടച്ചവനെ എന്നോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ മതി. അത് ടോട്ടലൈസ് ചെയ്ത് പറഞ്ഞത് ഓക്കെ. പക്ഷേ അതിന്റെ ഉള്ളിൽ നമ്മൾ പ്രധാനമായി നമ്മളോട് സങ്കടങ്ങൾ പറഞ്ഞ ഒരാളുടെ കാര്യം നമ്മൾ എടുത്തുന്ന ദുആരെന്നാൽ ഒരാൾ മാനസികമായി ഇപ്പൊ സങ്കടത്തിലാണ്. അല്ലാഹുവേ അവന്റെ മനസ്സിന്റെ വേദന നീ മാറ്റിക്കൊടല്ല, നിനക്കല്ലേ കഴിയൂ റബ്ബേ. അവൻ അറിയുന്നു പോലുമില്ല ഞാൻ നിന്നോട് ചോദിക്കുന്നത്, അത്രയും അവൻ സങ്കടപ്പെട്ടിരിക്കുക. അല്ലാ എനിക്ക് പോലും മനസ്സലിഞ്ഞെങ്കിൽ അല്ലാ, ഒരു മാതാവിന് മക്കളോടുള്ള സ്നേഹത്തിന്റെ 100 ഇരട്ടിയുള്ള നിനക്ക് മനസ്സലിയുമല്ലോ പടച്ചവനെ, നീ അവന് മനസ്സമാധാനം കൊടല്ല എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ ആമീൻ എന്ന് പറഞ്ഞൊരു മലക്ക് നിന്റെ അടുത്ത് വന്നിട്ട് പറയും ആമീൻ വലക ബിമിസ്ൽ, നിനക്കും അല്ലാഹു ഇതുപോലെ തരട്ടെ, മനസ്സിന് സമാധാനം തരട്ടെ. അപ്പൊ ദുആ എങ്ങനെ വേണം? ഉറക്കെ നിലവിളിച്ചിട്ട്. എന്നോട് ചില സംഘാടകർ പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ നല്ല ദുആ ആയിരിക്കണം, ദുആ ചെയ്യുമ്പോൾ പെണ്ണുങ്ങളെ രോമമൊക്കെ എണീച്ചിരിക്കണമെന്ന്. അതെങ്ങനെ ദുആ? എനിക്കറിഞ്ഞു, രോമ എണീപ്പിച്ചുള്ള ദുആ എനിക്കറിഞ്ഞൂടാ. എത്രയോ സ്ഥലങ്ങൾ നമ്മളിപ്പോ അല്ലാഹുവേ നീ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റബ്ബേ എന്നിങ്ങനെ പറഞ്ഞാൽ ഓ ദുആയൊക്കെ കാണാനായിരുന്നു കൊള്ളത്തില്ല. അതേസമയം അല്ലാഹ് എന്ന് പറഞ്ഞ എന്തൊരു ദുആ. കൊളപ്പുറ ഉസ്താദിലെ ദുആ സമ്മേളനത്തിന് വിളിക്കാൻ വേണ്ടിയിട്ട് എന്നോട് വന്നിട്ട് ഒരാൾ പ്രസംഗം ഡേറ്റ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ദുആക്ക് പിന്നെ ആരെ വിളിക്കാനാ? ബഹുമാനപ്പെട്ട ശൈഖുന ജാമിയ മന്നാനിയ യൂണിവേഴ്സിറ്റിയിലെ 1-ാം നമ്പർ റൂമിനകത്ത് കിടപ്പുണ്ട്, അദ്ദേഹത്തെ പോയി വിളിക്കെന്ന് പറഞ്ഞു. അവ 1-ാം നമ്പർ റൂം എന്ന കിടപ്പ ഈ നിയമസഭ കണക്കാണ് അവർക്ക് തോന്നിയത്. മന്നാനിയയിൽ ചെന്ന് 1-ാം നമ്പർ റൂമിനകത്തൊരു ഇടുങ്ങിയ വാതിലിലൂടെ അകത്ത് കയറിയിട്ടൊരു ഒരു ചെറിയ കട്ടിലിൽ ഒരു മനുഷ്യ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിനെ കണ്ടിട്ട് പുറത്തിറങ്ങിയിട്ട് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദേ ദുആക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചാന്ത് പറ്റി. ഓ കാണാനൊക്കെ ഒരു ചെറിയ മനുഷ്യനല്ലേ. ഇപ്പൊ അതുകൊണ്ട് ദുആക്ക് നിങ്ങൾ നോക്കി ഇജാബത്തുണ്ട്, പ്രസംഗമുണ്ട്, കാണാനും മൊഞ്ച. നാളെ വരുന്ന തങ്ങൾ സരസ് നിറഞ്ഞിരിക്കും. എന്താ കാര്യം എന്നറിയോ? സയ്യിദ് മുത്തുക്കോയ തങ്ങളുടെ പ്രത്യേകത പലതാണ്. ഒന്ന്, സാധാരണ തങ്ങന്മാരൊന്നും പ്രസംഗിക്കാറില്ല, അവര് ദുആ എന്നിട്ട് പോകും. പക്ഷേ മുത്തുക്കോയ തങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രസംഗിക്കും. 2, ഒരു തങ്ങളാണെന്ന് പറഞ്ഞ് നമുക്ക് കാണുമ്പോ കണ്ണും കൽബും നിറച്ച് കാണാൻ പറ്റും. നമുക്ക് വലിയ കടപ്പാടുള്ള ഒരു മനുഷ്യരാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എനിക്ക് വ്യക്തിപരമായി വലിയ ബന്ധം, വലിയ കടപ്പാട്, തീരാത്ത കടപ്പാട് എനിക്ക് ബഹുമാനപ്പെട്ട തങ്ങളുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ തങ്ങൾ നാളെ ഇവിടെ ദുആക്ക് വരും. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ദുആ നമ്മളൊന്ന് പതുക്കെ ചെയ്താൽ ഇപ്പൊ ദുആ ആരും കാണാതെ ചെയ്യും. നല്ലൊരു ദുആ എന്നാൽ ആമീൻ പറയും, ആവേശത്തോടെ ഞാൻ പറയും. നമ്മളിങ്ങനെ പതുക്കെ പറഞ്ഞാൽ എല്ലാവരും അലസന്മാരായി പോകും. അതുപോലെ ഒരുപാട് നീട്ടിക്കൊണ്ട് പോവുകയും ചെയ്യരുത്. ദുആ അവസാനം കൈ കുഴഞ്ഞിട്ട് ഇത് റബ്ബിനോടാ ചോദിക്കുന്നത്. നമ്മൾ ഒരാളെടുത്ത് എന്നിട്ട് എന്തെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യനെടുത്ത് നിന്നിട്ട് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ അഴകുഴമ്പൻ രീതിയിൽ ചോദിച്ചാൽ അയാൾക്ക് ദേഷ്യം വരൂലേ? ചോദിക്കുമ്പോൾ നല്ല സ്മാർട്ടായിട്ട് ചോദിക്കണ്ടേ, നഷാത്ത് ഉന്മേഷത്തോടു കൂടി ചോദിക്കണ്ടേ. അപ്പൊ ആ ഉന്മേഷം നഷ്ടപ്പെടുമ്പോൾ അങ്ങ് നിർത്തിയേക്കണം. അല്ലാതെ 2 മണിക്കൂർ നീട്ടിക്കൊണ്ടു പോകുന്ന ദുആ ഒന്നും അല്ല വേണ്ടത്. 2 മിനിറ്റ് മതി എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട്. അല്ലാഹുവേ, ഒരു സ്ഥലത്ത് നിന്നപ്പോൾ ഒരാളുടെ ദുആ, പടച്ചവനെ നീ പാസ്പോർട്ട് കൊടുക്കണേ അല്ലാ, നീ ആധാർ കൊടുക്കണേ അല്ല, റേഷൻ കാർഡ് കൊടുക്കണേ അല്ല. ഇപ്പൊ അതിനെക്കാലം അള്ളാഹു നീ അവന് വേണ്ടതൊക്കെ കൊടുക്കണമെന്ന് വരുന്ന പോലെ. അള്ളാഹ്ക്കറിയാലോ അവന് ആധാർ വേണം ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ, റേഷൻ കാർഡും വേണം മണ്ണെണ്ണ വാങ്ങിക്കണമെങ്കിൽ, പാസ്പോർട്ട് വേണം അവന് വേറെ വെളിയിൽ പോകണമെങ്കിൽ. ഇതെല്ലാം എടുത്തെടുത്ത് പറയുമ്പോൾ അത്രയും ആളുകൾ ബുദ്ധിമുട്ടല്ലേ? അവസാനം അവർ എങ്ങനെയൊക്കെയോ ആമീൻ പറയുന്നു, ഉറങ്ങി ഒന്നും മനസ്സിലാവുന്നില്ല.
അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആ ചെയ്യുന്നത് അസാന്നിധ്യത്തിൽ ദുആ ചെയ്താൽ അതിന് നിങ്ങൾക്കും പ്രതിഫലമുണ്ടെന്ന് മാത്രമല്ല, വളരെ രഹസ്യമായി നിങ്ങൾ ദുആ എന്നാൽ പരസ്യമായി ദുആ ഇറക്കുന്നതൊക്കെ നല്ലതാണ്. ഞാൻ അത് എപ്പോഴും പറയുന്നില്ല. നിങ്ങൾ ഉള്ള പൈസ മൊത്തം നിങ്ങൾ ഇതിന്റെ ചെലവിന് വേണ്ടി കൊടുത്തോളൂ. ഇതാ ഇപ്പൊ കയ്യിൽ കൊണ്ടുവന്ന പൈസ അത്രയും ഇവിടെ നന്നായിട്ട് ദുആ ഇറക്കും. ഈ സദസ്സ് 40 പേരുള്ളിടത്തൊക്കെ ദുആക്ക് ഇജാബത്തുള്ള ആളുണ്ട്. ഒരുപാട് ഉസ്താദുമാരും മുത്തഅല്ലിമീങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ശരിയാണ്, നിങ്ങൾ തരണം. ദുആ ഇറക്കും, നല്ല കാര്യമാണ്. ദുആക്ക് ഇജാബത്തുണ്ട്. ഞാൻ തമാശയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഒന്നറിയേണ്ടത്, ഏത് പ്രശ്നങ്ങളും നമ്മളൊന്ന് രഹസ്യമായി റബ്ബിനോട് ദുആ ഇറക്കണം. ദുആ എന്നാൽ അസംഭവ്യമായത് സംഭവിക്കും. മുഹാൽ എന്ന് പറഞ്ഞാൽ അസംഭവ്യം അല്ലേ? പക്ഷെ മുഹാലായത് സംഭവിപ്പിക്കാൻ കഴിവുള്ള അത്രയും വലിയ ഒരു മരുന്നാണ് ദുആ. കേട്ടോളി, ഞാൻ ഒരു ചെറിയ സംഭവം പറഞ്ഞിട്ട് അടുത്ത വിഷയം പോകാം. ചെറിയൊരു സംഭവം പറഞ്ഞുതരാം. നിങ്ങൾ തന്നെ അത്ഭുതപ്പെടാൻ. ഞാൻ സ്ത്രീകളുടെ കാര്യം പറഞ്ഞു. ഷടാ, അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കും. ഒരിക്കലും മക്കളില്ലാത്ത ഒരാൾ ദുആ ഇറക്കുക. ഒരാൾ മക്കളില്ല, അദ്ദേഹത്തിന് മക്കളില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഖുർആൻ ഇത്രയും മനോഹരമായി പറഞ്ഞ ഒരു കാര്യം നമുക്ക് പ്രസംഗിക്കാനും കേൾക്കാനും ജീവിതത്തിൽ അത് അനുഭവിക്കാനും ഒക്കെ വലിയൊരു സുഖമാണത്. അല്ലാഹു പറയുകയാണ്, ദിക്റു റഹ്മതി റബ്ബിക അബ്ദുഹു സക്കരിയ. ഓ പ്രവാചകരെ, സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ കഥ നിങ്ങൾ കേൾക്കണേ നബിയേ. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നിങ്ങൾ പഠിക്കണേ മുഅ്മിനീങ്ങളെ. ഇദ്നാദാ റബ്ബഹു നിദാൻ ഖഫിയാ. സക്കരിയ നബി അലൈഹിസ്സലാം പതിഞ്ഞ സ്വരത്തിൽ ദുആ ചെയ്തപ്പോൾ, ഒന്ന് കേട്ടോ, സക്കരിയ നബി അലൈഹിസ്സലാം വളരെ ഗോപ്യമായ നിലയിൽ, സ്വകാര്യമായ നിലയിൽ ദുആ ചെയ്തപ്പോൾ എന്തായിരുന്നു ദുആ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഖാല റബ്ബി ഇന്നി വഹനൽ അളമു മിന്നി. അല്ലാഹുവേ, എന്റെ എല്ലെല്ലാം വളഞ്ഞുപോയി, എന്റെ എല്ലാ അസ്ഥിയും ശോഷിച്ചു പോയി. അല്ലാഹ്, പ്രായാധിക്യം കൊണ്ട് എന്റെ എല്ലുകൾക്ക് ബലക്ഷയം വന്നു പോയി. അല്ലാഹ്, വസ്തഅല റഅസു ശൈബാ. അല്ലാഹുവേ, എന്റെ തല ഈ നരയാൽ പ്രകാശിക്കുന്നു റബ്ബേ. ഒരു മനുഷ്യന്റെ പ്രായം മനസ്സിലായില്ലേ? ഇപ്പോ കാലും കൈയൊക്കെ തളർന്ന്, വലിയ ബലമൊന്നുമില്ല, ക്ഷയിച്ചു. നര ബാധിച്ചിട്ട് നരച്ച് കൊരച്ചു ആ മനുഷ്യൻ. സഹോദരങ്ങളെ, അങ്ങനെ നര ബാധിച്ചു. വലമ്മകും ബിദുആഇക റബ്ബി ശഖിയാ. എന്നെ നരബാധിച്ചെങ്കിലും എന്റെ അസ്ഥികൾ ശോഷിച്ചു പോയാലും റബ്ബേ, എന്റെ ദുആക്ക് ഞാൻ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. അല്ലാഹ്, ചോദിച്ചതൊക്കെ നീ തന്നിട്ടുണ്ടല്ലോ റബ്ബേ. അതുകൊണ്ട് നാഥാ, എനിക്കിപ്പോ ചോദിക്കാനുള്ളത്, വഇന്നീ ഖിഫ്തുൽ മവാലിയ മിൻ വറായി. എനിക്ക് ശേഷം ഒരു അനന്തരവനില്ലാത്ത വിഷമം എനിക്കുണ്ട് റബ്ബേ. മക്കളില്ല അല്ലാഹ്. എന്താ കാരണമെന്ന് നിനക്കറിയുമല്ലോ. വകാനത് ഇംറഅതി ആഖിറ. അല്ലാഹുവേ, എന്റെ ഭാര്യ മലടിയാണ്. ആഖിർ വേറെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ ആഖിറല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ ആഖിറല്ല. അവര് ആഖിർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഞാനങ്ങ് പറയട്ടെ, അതിന്റെ അർത്ഥം മച്ചി, മലടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, പ്രസവിക്കൂല, അതാണ് ആഖിറ. പക്ഷെ ഇബ്രാഹിം നബിയുടെ ഭാര്യ അങ്ങനല്ല. ഇബ്രാഹിം നബിക്ക് മക്കളെ കൊടുക്കാത്തതാണ്. കാരണം ഇബ്രാഹിം നബി ദ്വാരന്നില്ലല്ലോ എന്റെ ഭാര്യ മലടിയാണ്, മച്ചിയാണ്, ആഖിറത്താണെന്ന് ഇല്ല. സക്കരിയ നബി അലൈഹിസ്സലാം ദുആയിരുന്നു, പടച്ചവനെ, എന്റെ എല്ലെല്ലാം തുരുമ്പിപ്പോയി, എന്റെ മുടിയെല്ലാം നരച്ചുപോയി. അല്ലാഹുവേ, എന്റെ ഭാര്യയാണെങ്കിലോ പ്രസവിക്കാത്തവളാണ്. ഫഹബിലി മിൻ ലദുങ്ക വലിയാ. എന്നാലും എന്നെ കൈയൊഴിയല്ലേ അല്ലാഹ്, എനിക്ക് നീ ഒരു കുഞ്ഞിനെ തരണേ അല്ലാഹ്. ഏത് ഗൈനക്കോളജിക്ക് പറയാൻ കഴിയും ഈ നൂതന സംവിധാനങ്ങളിലൂടെ നടന്നു പോകുമ്പോ? കർണാടകയിലെ മംഗലാപുരം കസ്തൂർബ മെഡിക്കൽ കോളേജിന്റെ തൊട്ടുതാഴെ ഒരു അപകടം നടന്നപ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ ലിംഗം തെറിച്ചുപോയി.
ആ മനുഷ്യനെ പെട്ടെന്നെടുത്ത് കൊണ്ടുപോകുമ്പോ സഹോദരങ്ങളെ കസ്തൂർബ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയപ്പോ വിദഗ്ധമായ ചികിത്സയിലൂടെ ഒരു വിരള് സർജറി ചെയ്തെടുത്തിട്ട് അത് ലിംഗമായി പിടിപ്പിച്ചിട്ട് ഉദ്ധാരണ ശേഷി ഉണ്ടാക്കി കൊടുത്ത ലോകം. സുബ്ഹാനല്ലാഹ്, എന്തൊരു ലോകമാണിത്! ആ ലോകത്ത് നിന്ന് നമുക്ക് പറയാ, ഇന്ന് ഏതെങ്കിലും ഒരു പ്രസവിക്കാത്ത പെണ്ണിനെ എന്ന് പറഞ്ഞാല് ഗർഭപാത്രമില്ലാത്ത പെണ്ണിനെ, അല്ലെങ്കിൽ ഗർഭാശയം ഇല്ല, ഗർഭാശയത്തിന്റെ ഉപയോഗമില്ലാത്തൊരു പെണ്ണ് പ്രസവിക്കുമെന്ന് പറയോ? കാക്ക മലർന്ന് പറക്കണ്ടേ? പക്ഷേ സക്കരിയ നബി പറഞ്ഞത്, അല്ലാഹുവേ, എന്റെ നെല്ലുകളെല്ലാം ശോഷിച്ചോ, എന്റെ മുടിയെല്ലാം നരച്ചോ, പടച്ചവനെ, ഞാൻ എന്നാലും എന്റെ ഭാര്യ പ്രസവിക്കാത്തവളുമാണ്, എന്നാലും നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഫഹബിലി, ഒരു ഗിഫ്റ്റ് തരുവോ? മില്ലതുങ്ക വലിയ, നിന്റെ അടുക്കൽ നിന്ന് ഒരു വലിയനെ, ഒരു അനന്തരവനെ നീ എനിക്ക് തരുവോ? അല്ലാഹുവിന്റെ വിളിക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരുന്നു, കാത് കൂർപ്പിച്ചിരിക്കുകയാണ് സക്കരിയ നബി. ആ സമയത്ത് അല്ലാഹു വിളിക്കുകയാ. സഹോദരങ്ങളെ, ദുആയുടെ പവർ കണ്ടോ? സക്കരിയ നബി കാത്തിരുന്നു. മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന്റെ കളകൂജനം പോലെ സക്കരിയ നബി അലൈഹിസ്സലാം നടുകടലിൽ കിടക്കുന്നവന് കച്ചിത്തുരുമ്പിനു വേണ്ടി യാചിക്കും പോലെ സക്കരിയ നബി അലൈഹിസ്സലാം ഇങ്ങനെ കാത് കൂർപ്പിച്ചിരുന്നു. എന്നെ വിളിക്കുന്നോ എന്റെ അല്ലാഹ്, എന്നെ വിളിക്കുന്നോ എന്റെ അല്ലാഹ്? പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഒരു വിളി വരികയാണ്, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാം. ഓ സക്കരിയ നബിയേ, നിങ്ങൾക്ക് ഞാനിതാ ഒരു പുത്രനെ കൊണ്ട് നിങ്ങളെ സന്തോഷം തരികയാ. എന്തൊരു സന്തോഷമാ സക്കരിയ നബിക്ക്! സക്കരിയ നബിക്ക് അല്ലാഹു മകനെ കൊടുത്തെന്ന് മാത്രമല്ല, ആ മകന് പേരും അല്ലാഹു തന്നെ ഇട്ടുകൊടുത്തു. എന്നിട്ട് ഏത് പേരാണ് അല്ലാഹു ഇട്ടുകൊടുത്തത്? അല്ലാഹു തന്നെ പറയട്ടെ, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ. യഹ്യ എന്ന മോനെ ഞാൻ നിങ്ങൾക്ക് അങ്ങ് തന്നേക്കാം. പ്രസവിക്കും മുമ്പ് തന്നെ അറിഞ്ഞോ തനിക്കുണ്ടാകുന്നത് ഒരു മോനാണെന്ന്. അതാണ് അല്ലാഹ്. ഇന്ന് തലകുത്തി നിന്നാൽ അറിയുമോ ആണാണ് പെണ്ണാണെന്ന്? സഹോദരങ്ങളെ, ആണായാലും പെണ്ണായാലും പുറത്തു വരുമോ അകത്ത് തന്നെ കിടക്കുവോ പറയാൻ പറ്റുവോ? ഒരു ഡെലിവറിക്ക് ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്ന തലസ്ഥാന നഗരിയിലെ ഹോസ്പിറ്റലുകൾ, ചൈനയിലും യൂറോപ്പിലും പോയി വിദഗ്ധമായ പഠനം കഴിഞ്ഞ് ഡിഗ്രിയുടെ അകമ്പടി സേവിച്ച് മടങ്ങി വന്ന ഗൈനക്കോളജിസ്റ്റ്, ഇവർക്ക് കഴിയുമോ പറയാൻ ഈ കുട്ടി പ്രസവിച്ചതിന് ശേഷം വളരുമെന്ന്? കഴിയില്ല. പക്ഷെ അല്ലാഹ്ക്കറിയാം. യാ സക്കരിയ, ഓ എന്റെ സക്കരിയ നബിയേ, ഇന്നാ നുബശ്ശിറുക ബിഗുലാം, ഒരു മോനെ തന്നെ ഞാൻ നിങ്ങൾക്ക് തരട്ടെ. നിങ്ങൾക്ക് സന്തോഷമാണോ? അവന്റെ പേര് ഇസ്മുഹു യഹ്യ, അവന്റെ പേര് യഹ്യയാണ്. ലം നജഅൽ ലഹു മിൻ ഖബ്ലു സമീയാ. സക്കരിയ നബിക്ക് കൊടുക്കുന്ന സമ്മാനമേക്കണോ? സക്കരിയ നബിയെ, യഹ്യ യഹ്യ എന്ന് നിങ്ങൾ മോനെ വിളിക്കുമ്പോ ഈ ഭൂമി ലോകത്ത് ഇന്നേ വരെ ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ടില്ല. എന്തേ? ലം നജഅൽ ലഹു മിൻ ഖബ്ലു സമീയാ. ഇതിനു മുമ്പ് യഹ്യ എന്ന പേര് ലോകത്ത് വേറെ ആർക്കുമില്ല. മലടിയായ പെണ്ണ് പ്രസവിച്ചു. തുരുമ്പി എല്ല് തുരുമ്പിച്ചു പോകുന്ന, ക്ഷയിച്ചു പോകുന്ന പ്രായം, മുടി നരച്ചു പോകുന്ന വയോവൃദ്ധനായ വാർദ്ധക്യത്തിന്റെ പടവുകൾ കയറിയ മനുഷ്യൻ. പക്ഷേ അല്ലാഹു മുഹാലായതിനെ നേടിക്കൊടുത്തതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതൊന്നേ ഒന്ന്, ഒറ്റ കാര്യം. അതേതാ? ഇദ്നാദാ റബ്ബഹു നിദാൻ ഖഫിയാ. ആളുകൾ കേൾക്കൊക്കെ ഉറക്കെ ഒന്ന് ദ്വാരക്കലല്ല,
ചെയ്തോളൂ. പക്ഷേ ഒറ്റക്കിരുന്ന് നീ അള്ളാഹുവിനോട് കൈനീട്ടാൻ നിനക്ക് കഴിയണം. സ്വകാര്യ നന്മയാണ് രണ്ടാമത്തേത്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് അള്ളാഹു തരുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഇങ്ങനെയുള്ള അള്ളാന്റെ ഹബീബ് നമുക്ക് തന്നിട്ടുള്ള അറിവുകൾ. അതാണ് കടപ്പാട്, അതാണ് നമ്മുടെ ബന്ധം. നമ്മൾ ഇതൊക്കെ ചെയ്യാതിരുന്നാൽ നമ്മൾ നരകത്തിലായി പോകില്ലായിരുന്നോ? അപ്പൊ ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ച സ്വകാര്യ നന്മകളിലൂടെയൊക്കെ അള്ളാഹു നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അമീൻ ഉസ്താദിന്റെ ആമീൻ ഉറച്ചു വെക്കണം. സമയം നോക്ക്, എന്തൊരു രസമാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വേദികളിലൊക്കെ പോകുമ്പോ നമ്മളെ അറിയാത്ത ആളുകളാണ്. ചില ആളുകൾ മൈക്കിന്റെ മുന്നേ ക്ഷണിക്കാൻ കയറിയിട്ട് നോട്ടീസ് നോക്കിയാൽ പോരെ. പക്ഷെ അതല്ല, ഇതൊക്കെ നമ്മളെ വാപ്പയെ അറിയും, ഉമ്മയെ അറിയും, ഭാര്യ അറിയും, മക്കളെ അറിയും, വീടറിയും, നാളറിയും, എല്ലാം അറിയുന്ന നമ്മുടെ സുഹൃത്ത് വലയത്തിന്റെ മധ്യത്തിൽ ഞാൻ പ്രസംഗിക്കുന്നത് ആദ്യമായി. അതിന് അവസരം നൽകിയ ബഹുമാനപ്പെട്ട കല്ലൂർ ഉസ്താദിന് ഹൃദയംഗമമായ നിലയിൽ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് എല്ലാ നന്ദിയും കടപ്പാടുകളും അറിയിക്കുകയാണ്. അള്ളാഹു നമുക്ക് നാളെ അവന്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഇതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട മശായിഖന്മാരോടൊപ്പം ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി മൂന്നാമത്തേത്, ഒന്ന് നിസ്കാരം രാത്രി ആരും കാണാതെ. ഐച്ഛികമാണ്, നിർബന്ധമായതല്ല, വെറുതെ സുന്നത്ത്, ഐച്ഛികമാണ്. എനിക്ക് തോന്നി നിസ്കരിക്കുന്നു, അങ്ങനെ ആരും അറിയരുത്, ആരോടും പറയരുത്. പിന്നെ ഭർത്താവ് പ്രശ്നക്കാരനാണെങ്കിൽ ഒന്ന് സൂചിപ്പിച്ചേക്കണം. ഞാൻ ഇടയ്ക്കൊക്കെ ഇബാദത്ത് അല്ലെങ്കിൽ രാത്രി എണീക്കുമ്പോൾ കൂടെ വരും. അപ്പൊ അവരറിയാതെ നിസ്കരിക്കണമല്ലോ, അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. അവരറിയാതെ നമ്മൾ നിസ്കരിക്കണം. രണ്ടാമത്തേത് ദുആ, വളരെ രഹസ്യമായി നമ്മുടെ ദുആ. അങ്ങനെ സംഭവിച്ചല്ലോ, ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല. രാത്രി ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ ഭർത്താവിനെ കാണാനില്ല. അല്ലാഹ്, എവിടെ പോയത്? ആദ്യം പോയത് പള്ളിയിലില്ല. പള്ളിയിലില്ലെങ്കിൽ ഇനി എനിക്ക് സംശയം എന്റെ ചക്കളത്തിമാരുടെ അടുത്ത് കാണും എന്ന് പറഞ്ഞാൽ എന്റെ സഹഭാര്യമാര്. അങ്ങനെ എല്ലാവരുടെ വീട്ടിലും രാത്രി കയറി, ആരുടെ വീട്ടിലും ഇല്ല. പിന്നെ എവിടെ ആയിരിക്കും? നോക്കുമ്പോൾ ഇരുളടഞ്ഞ ഒരു പ്രദേശത്തൊരു ചെറിയ വെട്ടം. നോക്കുമ്പോൾ അവിടെ എന്തോ ഒരു വെട്ടം. നമ്മുടെയൊക്കെ വീട്ടിന്റെ ഏതെങ്കിലും ഇരുളടഞ്ഞൊരു വെട്ടം കണ്ട ഭർത്താവ് മറ്റേത് കാജ വീഡിയോ വലിക്കുന്നതായിരിക്കും. ഇത് ബഖീഇന്റെ തൊട്ടടുത്ത് നിന്ന് മുത്തുനബി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടത്തിൽ നിന്ന് നിർഗളിക്കുന്ന പ്രോജ്വല പ്രഭ. ആ വെട്ടം ബഖീഇന്റെ അപ്പുറത്ത് കണ്ടു, മനസ്സിലായി. ഓടി അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നബിയേ, ഓ ആയിഷയായി പെണ്ണ്, അത് ചിന്തിക്കണം. ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടെ പോയതാ നബിയെ? ഞാൻ എവിടെയൊക്കെ നോക്കി. നീ എവിടെയൊക്കെ നോക്കി? പള്ളിയിൽ നോക്കി. പിന്നെ എവിടെ? പിന്നെ എല്ലാ ഭാര്യമാരുടെ വീട്ടിലും നോക്കി. പിന്നെ നിനക്കെന്താ സംശയം ഉണ്ടോ എന്നെ? പിന്നെ ഒന്നിലധികം ഭാര്യമാരുള്ള ഒരാളെ സംശയിക്കാതിരിക്കുവോ നബിയെ എന്ന് ആയിഷ ബീവി തമാശ. ഇതെന്നാ? ശഅബാൻ 15 രാത്രിയിൽ. മോളെ, ഇന്ന് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ അവിടെ? ഇന്ന് ഒരു കൗമിന്റെ, ഞാൻ മറന്നുപോയാ, ഏതോ ഒരു സമൂഹത്തിന്റെ, ആ സമൂഹത്തിന്റെ ആട്ടിൻപറ്റങ്ങളുടെ, കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻപറ്റങ്ങളുടെ രോമത്തിന്, കൽബ് ഗോത്രത്തിന് ആട്ടിൻപറ്റങ്ങൾ കൂടുതലാണ്, അവരുടെ ആ ആട്ടിൻപറ്റങ്ങൾക്ക് രോമവും കൂടുതലാണ്. കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻപറ്റങ്ങളുടെ രോമങ്ങളെക്കാൾ പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന ഈ രാത്രി എനിക്കെങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റും? അതാണ് നബിതങ്ങൾ ബഖീഇന്റെ അടുത്ത് ചെന്നിട്ട് തന്റെ പ്രിയപ്പെട്ട മുൻഗാമികളെ, നേരത്തെ നടന്നുപോയവരെ കണ്ടിട്ട് സലാം ചൊല്ലിയിട്ട് അവിടെ നിന്ന് ദുആരക്കുന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഞാനത് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ്. ഞാൻ തമാശയായി മോശമായി പോയെന്ന് ഞാൻ ചിന്തിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം ഏതാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. യാ ബിലാൽ ഹദ്ദിസ്നി ബി അർജാ അമലിൻ അമൽതഹു ഫിൽ ഇസ്ലാം. ഓ ബിലാലേ, നീ മുസ്ലിമായിട്ട് ചെയ്ത അമലുകളിൽ ഏറ്റവും വലിയ അമൽ ഏതാണ് ബിലാലേ? ആരാ ചോദിക്കുന്നത്? തന്റെ കൈപിടിച്ച് കറുത്ത സുന്ദരിയായ കരിമ്പടം പുറച്ച കഅബാലയത്തിന്റെ കരിങ്കൽ ഭിത്തിയുടെ മുകളില് തൊലി കറുത്ത വെളുപ്പെന്ന് പറയുന്നതൊന്നും ശരീരത്തിന്റെ ഒരു നഖത്തിൽ പോലുമില്ലാത്ത, കറുത്ത് തടിച്ചു തൂങ്ങിയ ചുണ്ടുകളുള്ള, സ്പ്രിങ് പോലുള്ള തലമുടിയുള്ള, പരന്ന് ചപ്പിയ മൂക്കുകളുള്ള, കറുത്ത വൈരൂപ്യത്തിന്റെ പ്രതീകമായ
നോക്കിയാലൊന്ന് കണ്ടു നിൽക്കാൻ പോലും പറ്റാത്ത വിരൂപനായ സയ്യിദുനാ വഹബീബുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചുവന്നു തൊട്ടാൽ പൊട്ടുന്ന രക്തമൊഴുകുന്നത് സിരകളിലൂടെ പുറത്ത് തൊലിയിലൂടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്ന സൽമാനുൽ ഫാരിസ് നിൽക്കുമ്പോ ഒരുപാട് വരേണ്യ വർഗം നിൽക്കുമ്പോ ഏറ്റവും വലിയ ദളിതനായ ബിലാലിനെ കഅബാലയത്തിന്റെ മുകളിലേക്ക് എത്തിയ അല്ലാഹുവിന്റെ ഹബീബ് ആ പ്രിയപ്പെട്ട പ്രവാചകന് ചോദിക്കുന്നു, ബിലാലേ, നീ മുസ്ലിമായിട്ട് ചെയ്ത അമലുകളിൽ വലിയ അമലേതാണ്? എന്താ നബിയെ നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ കാരണം? ഫഇന്നീ സമിഅതു ദഫ്ന അലൈക മിൻ ബൈനി യദൈ ഫിൽ ജന്ന ഫഇന്നീ സമിഅതു ദഫ്ന അലൈക ബൈന യദൈ ഫിൽ ജന്ന. ഞാൻ സ്വർഗ്ഗത്തിലൂടെ ഉലാത്തുമ്പോ ബിലാലേ, നിന്റെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ എന്റെ മുന്നിൽ കേട്ടു ബിലാലേ. ഞാൻ സ്വർഗത്തിൽ ഇങ്ങനെ ഉലാത്തുമ്പോ ഞാൻ സ്വർഗത്തിന്റെ മുന്നിൽ ഇങ്ങനെ എന്റെ മുന്നിലൂടെ ഒരു ചെരുപ്പിന്റെ ശബ്ദം കേട്ട് നോക്കുമ്പോ നീയാണത്. എന്തമലാടാ ബിലാലേ നീ ചെയ്തത്? എന്തമലാണ് പൊന്നുമോനെ നീ ചെയ്തതെന്ന് പറയോ? ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അമല് പറഞ്ഞു, നമുക്ക് കഴിയാത്തതൊന്നുമല്ല ഉമ്മ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ബിലാൽ തങ്ങൾ പറയുകയാണ്, മാ അമിൽതു അമലൻ അർജാ ഇൻദി മിൻ അന്നി ലമ്മ തതഖറ തഹൂറൻ ഫീ സഅത്തിൻ മിൻ ലൈലിൻ ഔ നഹാ ഇല്ലാ സല്ലൈതു ബിദാലിക തഹൂരി മാ കുതിബ ലി അൻ ഉസല്ലി. റവാഹുൽ ബുഖാരി വ മുസ്ലിം റഹിമഹുമുല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിനോട് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ, ഞാൻ ഒരു സമയം പോലും വുളു ഇല്ലാതെ നിൽക്കൂല. ഏത് സമയത്തും ഞാൻ വുളു ഇല്ല. വുളു മുറിഞ്ഞു പോയാൽ പെട്ടെന്ന് ഞാൻ വുളു എടുക്കും. എന്നിട്ട് അതിന്റെ പേരിൽ 2 റക്അത്ത് നിസ്കരിക്കും. എന്നിട്ട് ആ വുളു ഞാൻ കാപ്പ് സൂക്ഷിക്കും നബിയേ. എന്നിട്ട് മുറിഞ്ഞു പോയാൽ വീണ്ടും ഞാൻ വുളു എടുക്കും. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കും നബിയേ. ഇതല്ലാതെ എന്റെ ജീവിതത്തിൽ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പാവമാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു വലിയ സന്ദേശമാണ് വുളു ഏത് സമയത്ത് നമുക്ക് ഉണ്ടാവുക. എനിക്കിപ്പോ വുളു ഉണ്ടെന്ന് ആർക്ക് പറയാം? വുളു ഇല്ലെന്ന് ആർക്ക് പറയാം? ആർക്ക് കാണാൻ പറ്റില്ല. രഹസ്യമായ ഒരു അമലാണ് വുളു. വുളു എന്ന് പറയുന്നത് ആർക്കും കാണാൻ പറ്റൂല. നമ്മൾ 5 നേരം നമസ്കാരത്തിന് മാത്രമല്ലല്ലോ നമുക്ക് ഒളു ഉള്ളത്. എപ്പോഴും നമുക്ക് ഒളു വേണം. ചിലർ കിടക്കാൻ നേരത്ത് ഒളു എടുക്കൽ സുന്നത്തല്ലേ. അപ്പൊ ഒരാൾ ചോദിക്കുക, ഉസ്താദെ, ഭാര്യ എടുത്ത് നിന്ന് കിടക്കുമ്പോ ആകെ ഒരു ചെറിയ റൂമാണ്, ഒരു കട്ടിലാണ്, ഭാര്യ എടുത്ത് നിന്ന് കിടക്കുമ്പോ ഒളു ഒക്കെ മുറിയൂലേ? വെറുതെ വെള്ളം വേസ്റ്റ് ആക്കണോ? എടോ, നീ അല്ലെങ്കിൽ തന്നെ കിടന്നാ ഉറങ്ങുമ്പോ ഒളു മുറിയൂലേ? പിന്നെ ഭാര്യയൊക്കെ പിടിക്കുന്ന കാര്യം പിന്നത്തെ കാര്യമല്ലേ? നിന്നോട് പറഞ്ഞത് നേരം വെളുക്കുമ്പോ ഒളു വെച്ചോണ്ടിരിക്കാൻ നീ മുഹീദി ശൈഖൊന്നും അല്ലല്ലോ. നീ ചെയ്യേണ്ട കാര്യം നീ ചെയ്യുക. പ്രതിഫലം അല്ലാഹു തരുന്നത് ഒളു എടുക്കലേ സുന്നത്തുള്ളൂ, മുറിയാതിരിക്കലല്ല. അതുകൊണ്ട് കിടക്കുമ്പോൾ ഒളു എടുക്കുമല്ലോ നമ്മൾ. ഉണരുന്നത് വരെയും നമ്മൾ ഉറങ്ങുമ്പോൾ ഒളുവോട് കൂടിയാൽ ഉണരുന്നത് വരെയും ഒളുവിന്റെ വിധിയിലല്ലേ നമ്മൾ എന്നും വെച്ചിട്ട് ആ ഒളുവും കൂടെ നിസ്കരിക്കാൻ പറ്റൂല.